ഇതെന്താണെന്ന് മനസ്സിലായ? ഇതാണ് കൊണ്ടാട്ടമുളക്. കൊണ്ടാട്ടമുളകാണ്. ഇതിപ്പോൾ 5 ദിവസം ഇതിൻ്റെ ഇങ്ങനെ ആയി കിട്ടാനായിട്ട് ഒരു 5 ദിവസം എടുത്തിട്ടുണ്ട്. അത് ഇനി ഒരു ഉണക്കം കൂടി നല്ലോണം ഒരു പ്രാവശ്യം കൂടി ഇത് വെയിലത്ത് വെച്ച് ഉണക്കണം. ഇപ്പോൾ അത് 5 ദിവസം ഉണക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം ഇങ്ങനെ പടപടാനായിട്ടുണ്ട്, നല്ല ഉണക്കമായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒരു വെയിലും കൂടി നല്ലോണം കൊണ്ടാലാണ് ഇത് ഇങ്ങനെ ചെപ്പിലാക്കി എടുത്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ തുടക്കം തൊട്ട് ഇത് കാണിച്ചു തരട്ടെ. എല്ലാവർക്കും അറിയാമായിരിക്കാം, എന്നാലും ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ. ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. കൊണ്ടാട്ടമുളക് നല്ലോണം കഴുകി ഇപ്പോൾ എനിക്ക് പോളേട്ടൻ കീറി തന്നു കേട്ടോ. ആൾ കീറി തന്നു. അത് നന്നായി കീറിയതിന് ശേഷം ഒരു 1.5 കപ്പ് തൈരിൽ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇത് മുളക് അതിൽ കുതിർത്തി വെച്ചു. അപ്പോൾ നല്ലോണം തൈര് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് കീറി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അത് വെയിലത്ത് ഉണക്കാനായിട്ടിട്ടു. നല്ല വെയിലത്ത് നല്ലോണം ഉണക്കാനായിട്ടിട്ടു. ഒന്ന് വൈകുന്നേരമായി വന്നപ്പോഴേക്കും അത് ഇതുപോലെ വെയിൽ കൊണ്ട് ഇത്രയ്ക്കായിട്ടുണ്ടായിരുന്നു. അതിനെ വീണ്ടും നമ്മൾ തൈരിലേക്ക് ഇട്ട് ആ രാത്രിയും അങ്ങനെ വെച്ച് പിറ്റേ ദിവസം വീണ്ടും എടുത്ത് അങ്ങനെ ഒരു 4 ദിവസം ഇതിനെ ഉണക്കി 4-ാമത്തെ ദിവസം നല്ലോണം ഈ തൈരൊക്കെ വലിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലോണം ഉണങ്ങി. പിന്നെ വേറെ പാത്രത്തിലാണ് ഇട്ടത്. അതൊക്കെ നല്ലോണം ഉണങ്ങി. ഇനി ഒരു ദിവസം കൂടി നല്ലോണം ഉണക്കണം. അതിന് ശേഷം നമുക്ക് ടിന്നിലിട്ട് വെക്കാൻ പറ്റുക. അപ്പോൾ നല്ല പോലെ ഒന്നും കൂടി ഉണക്കാനായിട്ട് ഇട്ടു. അതിന് ശേഷം കൂടി കഴിഞ്ഞ് നല്ലോണം മുരിഞ്ഞ് വൃത്തിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. ഇനി നമുക്കിത് ടിന്നിലാക്കി എടുത്ത് വയ്ക്കും.